ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഫെബ്രുവരി മാസം നടത്താനിരുന്ന പോലീസ്, ഫയർമാൻ, ഫയർ വുമൺ മുതലായ തസ്തികകളിലേക്ക് വേണ്ടിയിട്ടുള്ള പുതുക്കിയ തീയതി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് എഴുതാൻ കാത്തിരുന്ന മെയിൻസ് പരീക്ഷയാണത്. അപ്പൊ അതിന് പുതുക്കിയ തീയതി PSC ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്നൊക്കെയാണെന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. Modified examination program for the month of March 2022. അപ്പോൾ മാർച്ചിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇവിടെ റീസൺ ഫോർ മോഡിഫിക്കേഷൻ, ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ വരുത്താനുള്ള റീസൺ പറഞ്ഞിട്ടുണ്ട്. റീഷെഡ്യൂൾ ഡേറ്റ്സ് ഓഫ് എക്സാമിനേഷൻ പോസ്റ്റ്പോൺ ഫ്രം February 2022. Examinations scheduled to be held on 29/3/2022 and 30/3/2022. are rescheduled to be held on 27/3/2022 and 31/3/2022. ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മാർച്ച് മാസത്തിലെ കലണ്ടർ മോഡിഫൈ ചെയ്തത്. അപ്പൊ നോക്കാം മാർച്ച് മാസത്തിലെ പരീക്ഷകൾ ഏതൊക്കെയാണ്. മാർച്ച് 2 മാർച്ചിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷ മൈക്രോബയോളജിസ്റ്റ് ഫുഡ് സേഫ്റ്റി. 1915 കാൻഡിഡേറ്റ്സ് ആണ് കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഫെബ്രുവരി മാസം 16 മുതൽ പ്രൊഫൈലിൽ അവൈലബിൾ ആകുന്നതാണ്. അടുത്ത പരീക്ഷ മാർച്ച് 3 വർക്ക് അസിസ്റ്റന്റ് ദ കേരള സെറാമിക്സ് ലിമിറ്റഡ്. 8408 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. ഇവരുടെ ഹാൾ ടിക്കറ്റ് ഫെബ്രുവരി 17 മുതൽ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതാണ്. മാർച്ച് 3 അസിസ്റ്റന്റ് കെമിസ്റ്റിന്റെ പരീക്ഷയുണ്ട്. 13201 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 17 മുതൽ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നതാണ്. മാർച്ച് 3 അനലിസ്റ്റ് 14 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 17 മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഈ പറഞ്ഞ പരീക്ഷകൾക്കെല്ലാം കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അടുത്തത് ലാബ് അസിസ്റ്റന്റ് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള പരീക്ഷ മാർച്ച് 4 2054 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഇവരുടെ ഹാൾ ടിക്കറ്റ് 18 മുതലാണ് അവൈലബിൾ ആകുന്നത്. 4 ലാബ് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്. 252 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 18 മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ളൊരു ഓഫർ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഫെബ്രുവരി 2 വരെ ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഇപ്പൊ എല്ലാ പരീക്ഷകൾക്കും വളരെയധികം പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് SCRT. SCRTക്ക് വേണ്ടി മാത്രമായിട്ട് ജനുവരി 19 ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ച് കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ്. ബെക്കോ LD എക്സാമിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CPO CO എക്സാമിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFA എക്സാം, അതുപോലെ HSA പാർട്ട് A എക്സാം മുതലായ എല്ലാ ടെസ്റ്റുകൾക്കും വേണ്ടിയിട്ട് അൺഅക്കാഡമിയിൽ ഇപ്പോൾ ബാച്ച് കോഴ്സസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 20% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ 29% ഡിസ്കൗണ്ട് ഇപ്പോൾ സ്വന്തമാക്കാം. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. അതുപോലെ 4 തന്നെ ലാബ് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറിയുടെ ഒരാളാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. ഹാൾ ടിക്കറ്റ് 18 മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ ടെസ്റ്റുകൾക്കെല്ലാം, ഈ ലാബ് അസിസ്റ്റന്റ് ടെസ്റ്റുകൾക്കെല്ലാം കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തത് ICDS സൂപ്പർവൈസർ. മാർച്ച് മാസം 5 പരീക്ഷ. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഫോർ ST വിമൻ കാൻഡിഡേറ്റ്സ് ഒള്ളി. 82 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 19 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. മാർച്ച് 5 ജൂനിയർ കൺസൾട്ടന്റ് ജനറൽ മെഡിസിൻ ഹെൽത്ത് സർവീസസ് മുസ്ലിം കാറ്റഗറിക്ക് 17 പേര് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. 19 മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അടുത്ത 5 ആയുർവേദ തെറാപ്പിസ്റ്റ് തിരുവനന്തപുരം ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 19 മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. മാർച്ച് 7 ട്രാൻസ്ലേറ്റർ മലയാളം ടു ഇംഗ്ലീഷ് 105 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 21 മുതലാണ് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നത്.
8-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷ അഗ്രികൾച്ചറൽ ഓഫീസർ കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ് 3617 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 22-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 8-ാം തീയതി തന്നെ അഗ്രികൾച്ചറൽ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് SCCC കാറ്റഗറിക്ക് വേണ്ടിയിട്ട് 22 പേര് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. 22-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അഗ്രികൾച്ചർ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് 8-ാം തീയതിയാണ് പരീക്ഷ. 22-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 8-ാം തീയതി തന്നെ സോയിൽ സർവേ ഓഫീസർ കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ് പരീക്ഷയുണ്ട്. 22-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഈ പറഞ്ഞ ടെസ്റ്റുകൾക്കൊക്കെ 12 മുതൽ 15 വരെയുള്ള സീരിയൽ നമ്പർ പറഞ്ഞതിനൊക്കെ കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത 9-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷ സോഷ്യൽ വർക്കർ MSW 2441 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 23-ാം തീയതിയാണ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നത്. 10-ാം തീയതി നടക്കാൻ പോകുന്നത് ഓപ്പറേറ്റർ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് 2232 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 24-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. 11-ാം തീയതി ടെക്നീഷ്യൻ ഗ്രേഡ് 2 5767 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 25-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അടുത്ത 12-ാം തീയതി ഓപ്പറേറ്റർ ഗ്രേഡ് 3 അപെക്സ് സൊസൈറ്റീസ് ഓഫ് കേരള കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള 9291 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. 26-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 12-ാം തീയതി ഓപ്പറേറ്റർ ഗ്രേഡ് 3 പാർട്ട് 2 ഫിഷർമെൻ ഡിപെൻഡന്റ് ഓഫ് ഫിഷർമെൻ കാറ്റഗറി 121 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. 26-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഈ പറഞ്ഞ സീരിയൽ നമ്പർ 19 and 20 കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 12-ാം തീയതി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം 16 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. 26-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 14-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ് SCCC കാറ്റഗറിക്ക് വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിൽ 8 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. 28-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. 14-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ് പരീക്ഷയുണ്ട്. 28-ാം തീയതി അതിന്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ NCA നോട്ടിഫിക്കേഷൻ ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ് ഹിന്ദു നാടാർ. അപ്പോൾ ഇതിന് 28-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. 14-ാം തീയതി തന്നെ പല ജില്ലകൾക്കും വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്സ് ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയുണ്ട്. 28-ാം തീയതി ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തത് 15-ാം തീയതി വെൽഫെയർ ഓർഗനൈസർ സൈനിക് വെൽഫെയർ എറണാകുളം ജില്ല 193 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. മാർച്ച് 1 മുതലാണ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നത്. അതുപോലെ പല ജില്ലകൾക്കും വേണ്ടിയിട്ടുള്ള അന്ന് തന്നെയാണ് പരീക്ഷ. 15-ാം തീയതി കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വെൽഫെയർ ഓർഗനൈസറിന് വേണ്ടിയിട്ടുള്ള ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തത് ഹൈസ്കൂൾ അസിസ്റ്റന്റ് സോഷ്യൽ സയൻസ് 15-ാം തീയതി പരീക്ഷയുണ്ട്. തിരുവനന്തപുരം കൊല്ലം ജില്ല 28-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 16-ാം തീയതി പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് സാൻസ്ക്രിത് മുസ്ലിം കാറ്റഗറി മലപ്പുറം ജില്ല 8 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. മാർച്ച് 2-ാം തീയതി മുതലാണ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത്. 16-ാം തീയതി പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് സാൻസ്ക്രിത് SC കാറ്റഗറി 2-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ 16-ാം തീയതി തന്നെ NCA നോട്ടിഫിക്കേഷൻ SC കാറ്റഗറി 2-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. NCA നോട്ടിഫിക്കേഷൻ മുസ്ലിം ഹൈസ്കൂൾ അസിസ്റ്റന്റ് 16-ാം തീയതിയാണ് പരീക്ഷ. 2-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത ഡ്രോയിങ് ടീച്ചറാണ് 17-ാം തീയതി പല ജില്ലകൾക്കും വേണ്ടിയിട്ടുള്ളത്. 3-ാം തീയതി മുതലാണ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നത്. തിരുവനന്തപുരം കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഡ്രോയിങ് ടീച്ചർ 17-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഏവരും കാത്തിരുന്ന +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ ഫയർമാൻ ട്രെയിനി ഫയർ വുമൺ മാർച്ച് മാസം 18-ാം തീയതിയാണ് പരീക്ഷ. മാർച്ച് 18-ാം തീയതിയാണ് പരീക്ഷ. ഹൈസ്കൂൾ അസിസ്റ്റന്റ് സോഷ്യൽ സയൻസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മാർച്ച് 19-നാണ് പരീക്ഷ. ഹാൾ ടിക്കറ്റ് 5-ാം തീയതി മുതൽ ഡൗൺലോഡ് ചെയ്യാം. ഹൈസ്കൂൾ അസിസ്റ്റന്റ് സോഷ്യൽ സയൻസ് NCA നോട്ടിഫിക്കേഷൻ 19-ാം തീയതിയാണ് പരീക്ഷ. മാർച്ച് 19. 5-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് വിവിധ ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 19-ാം തീയതിയാണ് പരീക്ഷ. മാർച്ച് 5 മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ NCA നോട്ടിഫിക്കേഷൻ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് 19-ാം തീയതിയാണ് പരീക്ഷ. മാർച്ച് 5-ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ പോലീസ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ 20-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്. 20-ാം തീയതി മാർച്ച് 20-നാണ് പരീക്ഷ വരുന്നത്. അടുത്തത് +2 ലെവൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 21-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്.
കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ടൈപ്പിസ്റ്റ് ക്ലർക്ക് 22-ാം തീയതി മാർച്ച് 22-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ മാറ്റിവെച്ച പരീക്ഷയുടെ എല്ലാത്തിൻ്റെയും ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത 23-ാം തീയതി അസിസ്റ്റന്റ് പ്രൊഫസർ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ 48 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. 9-ാം തീയതി മുതലാണ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ 54 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. 23-ാം തീയതിയാണ് പരീക്ഷ. 9-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ 24-ാം തീയതിയാണ് പരീക്ഷ. 10-ാം തീയതി മുതലാണ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഡിഫറെന്റ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഡിഫറെന്റ് കാറ്റഗറിയിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ 24-ാം തീയതി പരീക്ഷയുണ്ട്. അതുപോലെ 25-ാം തീയതി പരീക്ഷയുണ്ട്. ഇതിനെല്ലാത്തിനും കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത 26-ാം തീയതിയും സെയിം അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പരീക്ഷയുണ്ട്. 26-ാം തീയതി NCA കാറ്റഗറി എല്ലാം 26-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ ഇതിനും കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 31-ാം തീയതി വരെ ഈ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പരീക്ഷ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിക്കും കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാത്തിരുന്നത് +2 ലെവൽ മെയിൻ എക്സാമിനേഷന്റെ മാറ്റിവെച്ച തീയതി അറിയാനാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, ആരും അറിയാതെ പോകരുത്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ ടെലഗ്രാം ചാനൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്